ഞങ്ങൾക്ക് ചായ മേടിച്ചരാമെന്ന് വാഗ്ദാനം ചെയ്ത് നമ്മുടെ വിക്രം. നമുക്ക് വിക്രമിന്റെ റൂമിലേക്ക് പോവാം. ഞാൻ വാങ്ങിച്ചത് ചായ ദഹിക്കട്ടെ എന്നിട്ട് എന്റെ കുറ്റം പറഞ്ഞു. നിന്നെ വെച്ച് രാവിലെ സാമ്പാർ മാർക്കറ്റ് സാമ്പാർ പാവണ്ട അമ്മ ഭയങ്കര സാധനം എന്നെ പോലെ. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ നമസ്കാരം. ഞങ്ങൾ ചായ കുടിക്കാൻ പോവാ. ചായ കുടിക്കാൻ പോയിരുന്നോ? എടുത്തോളാം. എന്നെ കൊല്ലാതിരിക്കാൻ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാ. ഏത് വകയിലും നിങ്ങക്ക് ഇഷ്ടമല്ലല്ലേ മരുമോനെ? പിന്നെന്താ? സിമിമോക്ക് എന്താ വേണ്ട? സിമിമോക്ക് എന്താ വേണ്ട? ചായ, പാൽ ചായ ആണോ? അത് വെയിറ്റ് ചെയ്യണ്ടേ? ഇവിടെ 5 മണിക്ക് വരത്തുള്ളൂ. നമ്മള് ചായ കുടിക്കാൻ പോവാണ് ഗൈസ്. വേറൊരു യൂട്യൂബർ, ഇവിടെ ഒരു ഗർഭിണി യൂട്യൂബർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. എന്റെ കൈ വരയ്ക്കുന്നുണ്ടോ? അടിക്കട്ടേണ്ട. എന്റെ അമ്മയ്ക്ക് 2 പെഗ് അടിച്ചില്ലെങ്കിൽ എന്റെ കൂടെ കൈ വരയ്ക്കും. നീ പോടി. പാവണ്ട അമ്മ ഭയങ്കര സാധനം എന്നെ പോലെ. ഞങ്ങൾക്ക് ചായ മേടിച്ചരാമെന്ന് വാഗ്ദാനം ചെയ്ത് നമ്മുടെ വിക്രം ചായ കുടിക്കാൻ ഞങ്ങളെ വിളിച്ചോണ്ട് പോവാണേ. ആ ചായ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് മുമ്പ് നടക്കും. നീയല്ലേ കാശ് കൊടുക്കട്ടെ? അപ്പൊ നീ മുമ്പിൽ കളക്കണം. വരുന്നോ? ചായ പൈസ ഇല്ല. പുട്ടുണ്ട്. മൊത്തത്തിൽ ഒരാളെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ 3 ചായ. 3 സ്ട്രോങ്ങാ പറഞ്ഞേ. ഏതാ? മധുരമുള്ള? നിനക്കിന്ന് ചായ ഇല്ല. ആഹാ, ചൂട് ചായ. വിക്രമിന്റെ ചായ ചൂടാക്കുന്നുള്ളൂ. ഞാൻ ക്യാമറ ഓണാക്കി ഇതേ ഇരിക്കുന്നു. നിന്റെ ചായയാ, നിനക്ക് അവിടെ വെച്ച അവിടെ ഇരിക്കണ്ടേ? മനസാക്ഷി ഇല്ലാത്ത കൈ കൊടുക്ക കൊച്ചിന്റെ. എന്റെ പൊന്നോ, ഇത് ഈ സീറ്റിലേ ഇരിക്കുന്നേ, അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചേ. ഷെയർ ചെയ്യാം. പരിപ്പോടെ എടുക്കാം. വിക്രമിന്റെ സ്വന്തം ചായക്കടയാണ്. അതെ, അവൻ രാത്രി സമയത്ത് ഞാൻ അയ്യോ അങ്ങനെയല്ല, രാവിലെ ഞങ്ങളോട് ഇവിടെ ഭയങ്കര ഡയലോഗ് അടി. നല്ല കൊച്ചനാണ്. പിന്നെ എന്തായിരുന്നു നിനക്ക് സദ്യ എന്നോ? ആ, സാമ്പാർ. വിക്രമിന് ഏറ്റവും ഇഷ്ടം ഞങ്ങളുടെ സാമ്പാറാണ്. പബ്ലിസിറ്റി പുള്ളിക്കാരി ഇന്നിപ്പോ ഷൂട്ടില്ലല്ലോ. ഇന്നലെ 4:30 ഇവിടുന്ന് പോയപ്പോ പറഞ്ഞ എന്താ സംഭവം? പാത്രങ്ങൾ കഴുകി വെക്കാനും. ഞാൻ വാങ്ങിച്ചത് ചായ ദഹിക്കട്ടെ എന്നിട്ട് എന്റെ കുറ്റം പറഞ്ഞു. അത് മാത്രല്ല, അങ്ങനെ ചൂടുള്ള ചായ അങ്ങനെയാണ്. നിനക്ക് നിന്റെ ഫാൻസ് ആണ് എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് അപ്പോഴേ മനസ്സിലായി പ്രമോഷൻ ആണെന്ന്. മനസ്സിലായ? ചൂടുള്ള ചായ കുടിക്കാനാണ് ഇഷ്ടം. അതെ, താങ്ക് യു. കുടിക്കും. ഒരു മുണ്ടയാ. മുണ്ട പറയാൻ പറ്റുന്ന ഡയലോഗൊക്കെയാണോ പറയുന്നത്? ഒരു ചെക്കനെ ചായ കുടിക്കാൻ പോലും സമ്മതിക്കില്ല. പാവം. വേണ്ടെന്ന് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ സദ്യ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നമ്മളവിടെ വേറെ സ്റ്റൈല. അവിടുത്തെ സാമ്പാറല്ലേ? അത് പാലക്കാട്. കോഴിക്കോട് നോർമൽ സാമ്പാറാ. പാലക്കാടാണോ? എല്ലാ വെജിറ്റബിളും ചേർന്ന സാമ്പാർ എന്തായാലും കിട്ടും. സംശയം വേണ്ട. നീ ഇവിടുത്തെ സാമ്പാർ അംബാസിഡറാണോ? കോഴിക്കോടുകാരനല്ലേ? എന്റെ സാമ്പാർ ഏറ്റവും നല്ലത്. കോഴിക്കോട് സാമ്പാർ. നിങ്ങളുടെ സാമ്പാർ അംബാസിഡർ. എന്തൊരു പബ്ലിസിറ്റി വരുന്നത്. നിന്നെ വെച്ച് രാവിലെ സാമ്പാർ മാർക്കറ്റ് സാമ്പാർ. വിക്രമിന് ഇഷ്ടമുള്ള സാമ്പാർ നിങ്ങൾ കഴിച്ചോളാൻ. ആയിരിക്കുന്ന പരിപ്പോടെ ഇപ്പൊ അവൻ കഴിച്ചായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കൂടെ വിൽക്കാൻ ശ്രമിക്കും. ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്
പിന്നെ എങ്ങനെ സദ്യ പായസം ഒക്കെ കിട്ടുന്ന പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ അതിപ്പോ ഈ സമയത്ത് നിങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ വല്ല കല്യാണത്തിനും ബീഫ് കറി നിർത്തലാക്കിയാ ബീഫ് കറി പറഞ്ഞുണ്ടാക്കും. അത് സൂപ്പർ ആയിരുന്നു. അതിന്റെ അംബാസഡർ വേണമെങ്കിൽ ഞങ്ങളാവാം. സാമ്പാർ ഞാൻ കഴിച്ചില്ല കേട്ടാ, കഴിച്ചിട്ട് വേണമെങ്കിൽ പറയാം. ബൈച്ചേട്ടൻ പറയണ്ടായിരുന്നു ബീഫ് കറി വെപ്പിക്കണം. അടിപൊളിയായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് പൊളിച്ചു. ഒരു ദിവസം അത് ഇവിടുന്ന് മേടിച്ചിട്ട് അവിടെ ചോറിന് കൂടി കഴിക്കണം. നമുക്ക് അടുത്തൊരു ദിവസം അവിടെ എല്ലാരും ഉള്ളപ്പോ. വേണ്ട, ഞങ്ങളില്ലല്ലോ. അതെന്താ ഞങ്ങൾ പറ്റൂല നിനക്ക്? ഇവന് സ്നേഹമൊന്നും ഇല്ലടി. അങ്ങനെയൊന്നും അല്ല കേട്ടോ വിക്രം പാവം. ഞാൻ പറയത്തില്ല അത്. മനസ്സമാധാനം ഇല്ലെന്നേ. എടാ ഇതില് നിന്റെ റൂം ഏതാ? നിങ്ങളുടെ വീട് കാണിക്കുമ്പോൾ ഇത് എന്റെ റൂം ഇതാ. നമുക്ക് വിക്രമിന്റെ റൂമിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ വിക്രമിന്റെ റൂം കാണാൻ പോവാണ്. ഏകാന്തമേ നേരങ്ങളിൽ തുണയാകണം നിഴലാകണം ഒരു ചെറുമഴയുടെ കുളിരിൽ നാം. നിന്റെ കട്ടിലെന്തേ? ഇത് ഏത് വർഷം ഉള്ളതാ? ഇത് 2019 പഠിക്കുന്ന സമയം, 2019 PG ചെയ്യുന്ന സമയം. അങ്ങനൊന്നും പറയരുത്. പിന്നെ ഇതൊക്കെ എന്തുവാ? ഇതൊന്നും നിന്റെ ആവശ്യം എന്താണെന്ന് അറിയാം. ഇതൊക്കെ ഇൻസ്റ്റയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ ഇതാണ്, ഇത് നമ്മൾ അടിപൊളിയാക്കും ഷൂട്ടിന്റെ ടൈമിൽ ഈ റൂം. അർജുനാണോ? നീയാണെന്ന് അറിയില്ലല്ലോ. അത് അത് തള്ളിട്ട് ആക്ച്വലി പാവാണ്. നല്ല അവന്റെ അഭിനയം. ആ വിക്രമിന്റെ വണ്ടി. അഭിചേട്ടന് സങ്കടം. അഭിചേട്ടന് സങ്കടം. നിങ്ങളെ എന്നെ ഫേമസ് ആക്കുന്നില്ല. ഫ്ലാഷ് ബാക്ക്. ഇങ്ങോട്ട് വന്ന് നിൽക്കൂ. ബൂസ്റ്റ് ചെയ്യാലോ. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ. നമസ്കാരം. ഞങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അഭിചേട്ടൻ പറഞ്ഞാൽ മാത്രം ഞങ്ങൾ അനുസരിക്കുള്ളൂ. അതെ അതെ. കാണാം. ശരി, കഴിച്ചോ? കൊച്ചെവിടെ? അവനെന്താ കൊണ്ടുവരാത്ത? നാളെ ഞങ്ങളില്ലല്ലോ. പേര് ശ്രീകാന്നുള്ള വെട്ടിയിട്ട് അവിടെ നമ്മുടെ പേരിട്ടാ പോരെ. വെറുതെ ഒപ്പിട്ട് കൊടുക്കുന്നു. അഭിചേട്ടനല്ലേ? അഭിചേട്ടനൊക്കെ ഞാൻ അനീസ കുട്ടിയില്. നീ അങ്ങ് വെട്ടിക്കോ. അല്ല വെട്ടിക്കൊന്നല്ലോ, ഒപ്പിട്ടോ.